നല്ല രസമാണ്. ചെറിയ ഹോട്ടലുകളിലും തട്ടുകടകളിലും പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ചൂട് പൊറോട്ട ചുടുന്നുണ്ടാവും, അത് ചൂടോടെ ഇങ്ങനെ അടിക്കുന്നുണ്ടാവും. നമുക്ക് നല്ല രസം ഉണ്ടാവുമെങ്കിലും അടിക്കുന്നവർക്ക് അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഈ അടുത്ത് കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പൊറോട്ടയാണ് ഇത്. അപ്പം എല്ലാവരും ഇവിടെ ഫുഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടേൻ്റെ പേര് കണ്ടിട്ടാണ് നമ്മൾ ഈ കടയിലേക്ക് കയറിയത്. നല്ല കപ്പ, പിന്നെ കപ്പയും ചിക്കൻ ചുക്കയും മിക്സാക്കിയത്. ഇത് ചിക്കൻ ചുക്ക മാത്രം, പിന്നെ നല്ല നെയ്പത്തിരി എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടുത്തെ പാചകവും അതുപോലെ തന്നെ സപ്ലൈയും ഒക്കെ സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ അമ്മയൊക്കെ ആക്കിത്തരുന്ന അതേ രുചിയിൽ നല്ല ഫുഡ് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യം കപ്പയും ചിക്കൻ ചുക്കയും മിക്സാണ് പ്ലേറ്റിലേക്ക് വിളമ്പിയത്. അതിൻ്റെ കൂടെ നെയ്പത്തിരിയും, പിന്നെ ഇവർ കൂട്ടാൻ തരുന്ന ഗ്രേവി, അതൊരു രക്ഷയില്ലാത്തതായിട്ടാണ്. നല്ല കറിയായിരുന്നേ. ചില ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടെ തരുന്ന ഗ്രേവി നമുക്ക് കൂട്ടാൻ തന്നെ തോന്നാറില്ല. വെറും ഒരു മസാല വെള്ളം കലക്കിയ പോലത്തെ ഒരു കറിയായിരിക്കും. ഇത് അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഇവർ തരുന്നത്. അപ്പോൾ നെയ്പത്തിരിയും ആ ഗ്രേവിയും പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ചുക്കിയും കപ്പയും കൂടി മിക്സാക്കിയത്, അങ്ങനെയാണ് കഴിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് പൊറോട്ട കൂടി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് പൊറോട്ടയാണ് ഇവരുടേത്. പൊറോട്ട അധികം കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ അറിയാം, പക്ഷേ നമ്മളെ മലയാളികളുടെ ദേശീയ ഭക്ഷണമല്ലേ പൊറോട്ട എന്ന് പറയുന്നത്. പൊറോട്ടയും അതിൻ്റെ കൂടെ ഗ്രേവിയും പിന്നെ ആ കപ്പയും ചിക്കൻ ചുക്ക മിക്സും, അങ്ങനെയാണ് കഴിച്ചത്. പൊറോട്ടേൻ്റെ കൂടെ ആദ്യമായിട്ടാണ് കപ്പയും മിക്സൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നത്. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പോട്ട് കൂടിയാണ് ഇത്. നമ്മൾ കഴിച്ച ഫുഡുകളൊക്കെ നല്ല ക്വാളിറ്റി ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചായ കൂടി വന്നിട്ടുണ്ട്. ചായ നല്ല ചായയാണ്. ഇവരുടെ തന്നെ ഫാമിലെ പാലിൽ ഇവർ ആക്കുന്ന ചായയാണ്. പിന്നെ ഷീറ്റിൻ്റെ ഇടയിൽ ചൂടടിയിലേക്ക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓലയൊക്കെ മടഞ്ഞിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവരുടെ കറികളാണ്. ഇന്നത്തെ വെജിറ്റബിൾ കറി, ചിക്കൻ കറി, സാമ്പാർ എല്ലാം ഇവിടെ റെഡിയാണ്. ബീഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ കപ്പ മിക്സാണ് വാങ്ങിയത്, പക്ഷേ ഇവിടെ കപ്പ മിക്സ് മാത്രമല്ല, പൊറോട്ടയിലും നെയ്പ്പത്തലിലും ഒക്കെ ഇവർ മിക്സാക്കും. പിന്നെ ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, കായ് നിറച്ചത്. നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് ഉടച്ചതിന് ശേഷം അതിലേക്ക് ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ട മിക്സ് നിറച്ചിട്ട് അത് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കും. അതാണ് ഈ സംഭവം. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ ഒരു അടിപൊളി ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പേക്ക് പോകുമ്പോൾ പെർലശ്ശേരി അമ്പലം കഴിഞ്ഞപാടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പം ഈ ഷോപ്പിൻ്റെ കടയാണ് വെറൈറ്റി, അതായത് പാൽക്കാരൻ പയ്യൻ്റെ തട്ടിക്കൂട്ട് കട എന്നാണ് ഈ ഒരു കടേൻ്റെ പേര്. ഇവർക്ക് പശുവിൻ്റെ ഫാമൊക്കെ ഉണ്ട്. അപ്പം പശുവിൻ്റെ പാല്, നെയ്യ്, ചാണകം, പിന്നെ പൂജക്കൊക്കെ ആവശ്യമുള്ള ഗോമൂത്രം ഒക്കെ ഇവരെ സമീപിച്ചാൽ മതിയേ. ആ ബോർഡിലെഴുതിയൊരു വാക്കുണ്ട്, ചെയ്യുന്ന കാര്യത്തിൽ നന്മയുണ്ടെങ്കിൽ നന്മകൾ നമ്മളെ തേടി വരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ കണ്ണാടിക്കൂടിൽ കുറേ ചെറുകടികളൊക്കെ ഉണ്ട്. പഴംപൊരി, പരിപ്പുവട, ബോണ്ട, അങ്ങനെ കുറേ കടികളും ഇവിടെ ഉണ്ട്. എനിക്ക് ഈ കടേൻ്റെ ബോർഡ് കണ്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് ആ ചോക്ലേറ്റ് സിനിമയിലെ ആ ഡയലോഗാണേ. ആ 17 തികയാത്ത പാൽക്കാരൻ പയ്യൻ എന്നുള്ള ആ ഡയലോഗ്. ഉച്ചക്ക് നാടൻ ഊണൊക്കെയുണ്ട്. അപ്പം നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതുവഴി പോകുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി ട്രൈ ചെയ്യാവുന്നതാണേ. ലൊക്കേഷൻ മറന്നുകൊണ്ട, കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പ് പോകുമ്പോൾ പെർലശ്ശേരി കഴിഞ്ഞിട്ട് വലത്ത് ഭാഗത്ത്.